ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും രുചിഭേദങ്ങളിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഒരു വ്ളോഗാണ്. വിനായക ചതുർത്ഥിക്ക്, അതായത് സെപ്റ്റംബർ 2-ന് ഞാൻ എടുത്ത വീഡിയോ ആണത്. എനിക്ക് അതിന് ശേഷം പിന്നെ മോളുടെ ഡാൻസ് പ്രോഗ്രാം ഉണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം ഓണത്തിൻ്റെ തിരക്കായി. അതുകൊണ്ട് എനിക്ക് ഇടാൻ പറ്റിയില്ല. ഞാൻ ഇടണം വേണ്ടിയെന്ന് കുറേ വിചാരിച്ചു. പിന്നെ അന്നത്തെ ദിവസം എനിക്ക് സുഖം ഉണ്ടായിരുന്നില്ല. അപ്പോൾ കഷ്ടപ്പെട്ടെടുത്തത് ഇട്ടളയാന്ന് വിചാരിച്ചു. വിനായക ചതുർത്ഥിയുടെ തലേന്ന് തന്നെ എനിക്ക് ഹെവി ആയിട്ട് കോൾഡും ഫീവറിഷൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിറ്റേന്ന് മാറുമെന്ന് വിചാരിച്ചു, പക്ഷെ എന്നാലും സുഖമില്ലാതെയായി. അപ്പോൾ അന്ന് എങ്ങനെയൊക്കെയാണ് ഞാൻ ലഞ്ച് പ്രിപ്പയർ ചെയ്തത്, ചോറും പിന്നെ ഇത് പുളിങ്കറി. ഈ പുളിങ്കറിയുടെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് ബീൻസ് തോരൻ. ഇതിൻ്റെ റെസിപ്പി ഞാൻ ഇട്ടിട്ടില്ല, ഇടാം. പിന്നെ തൈര്. പിന്നെ ഇത് കുറച്ച് കൊണ്ടാട്ടങ്ങളാണ്. ഇതിൽ പയർ കൊണ്ടാട്ടവും മണത്തങ്കാളി കൊണ്ടാട്ടവുമാണ്. നല്ല ടേസ്റ്റാണിത് കഴിക്കാനായിട്ട്. പിന്നെ ഇത് ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കണ നാരങ്ങ അച്ചാറാണ്. ഇത് ഞാൻ 2 ദിവസം മുമ്പ് ഉണ്ടാക്കിയതാണ്. ഇതിൻ്റെ വീഡിയോ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ഉച്ചയ്ക്ക് ഉണ്ട് കഴിഞ്ഞ് കുറച്ച് റെസ്റ്റ് എടുത്ത ശേഷം ഒരു 4 മണിയോടുകൂടെയാണ് ഞാൻ പ്രസാദങ്ങളൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയത്. ഇനി നമുക്ക് പ്രസാദങ്ങളിലേക്ക് കിടക്കാം. ഇതെല്ലാം ഞാൻ തലേന്ന് രാത്രി തന്നെ വെള്ളത്തിൽ കുതിർക്കാനായിട്ട് വെച്ചതാണ്. എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറുത്ത കടല, വെള്ളക്കടല, പിന്നെ കുഴക്കട്ടയ്ക്കുള്ള അരി, പിന്നെ ഉഴുന്നുവടയ്ക്കുള്ള ഉഴുന്ന്. അത് ഉഴുന്നുവടയുടെ തലേന്ന് തന്നെ ഇട്ട് വെക്കേണ്ട ആവശ്യമില്ല, എന്നാലും ഞാൻ മറന്നുപോയാലോ വിചാരിച്ച് ഇട്ട് വെച്ചാണ്. രാവിലെ തന്നെ ഇത് ഫ്രിഡ്ജിലേക്ക് കയറ്റി. നമ്മൾ ഉഴുന്ന് ഒരുപാട് നേരം വെളിയിൽ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പുളിച്ച് വട ഒരു ടേസ്റ്റ് ഇല്ലാതെ ആവും, നല്ല പുളിപ്പ് വരും വടയിൽ. അപ്പം ഞാൻ കറുത്ത കടലയും വെള്ളക്കടലയും ഞാൻ ഓരോ കുക്കറിലായിട്ട് വെച്ചിട്ടുണ്ട് വേവിക്കാനായിട്ട്. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. കുറച്ച് ഉപ്പിടാം. പിന്നെ ഒന്ന് ഇളക്കിയ ശേഷം അടച്ച് വെച്ചിട്ട് ഒരു 4-5 വിസിൽ വരെ വേവിച്ചെടുക്കാം. രാത്രി കുതിർക്കാനിട്ട കാരണം നന്നായിട്ട് സോഫ്റ്റായിട്ട് നന്നായിട്ട് വെന്ത് കിട്ടും കടല. അപ്പോൾ ഇത് വേവണ സമയത്ത് നമ്മൾ അടുത്ത ജോലിയിലേക്ക് കിടക്കുകയാണ്. അതിനായിട്ട് ഞാൻ ഉഴുന്നെല്ലാം നന്നായിട്ട് ഒന്നും കൂടെ വാഷ് ചെയ്തു, കാരണം അതിൻ്റെ പുളിപ്പ് രസമൊന്നും വരാതിരിക്കാനായിട്ട്. അതിന് ശേഷം മിക്സിയിലിട്ടിട്ട് നല്ല മഷി പോലെ അരച്ചെടുക്കും. ഈ ഉഴുന്നുവടയുടെ റെസിപ്പി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ടിപ്സ് ആൻഡ് ട്രിക്സോടുകൂടെ നിങ്ങൾക്ക് വീഡിയോ ഇടാം. ഞാൻ അരച്ചെടുത്ത മാവ് ഞാൻ ഫ്രിഡ്ജിൽ വെക്കാൻ പോവുകയാണ്, ഉണ്ടാക്കുന്ന സമയത്തേ എടുക്കുള്ളൂ. അതിനുശേഷം ഉള്ളടം വെച്ച കുഴക്കട്ട ഉണ്ടാക്കാനായിട്ട് അരി ഞാൻ മിക്സിയിൽ ഇതേപോലെ നല്ല മഷി പോലെ അരച്ചെടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ മാവ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യണമെന്നുള്ളത് ഓൾറെഡി ഇട്ടിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. അപ്പോഴേക്കും നമ്മുടെ 2 കടലയുടെയും വിസിലൊക്കെ പോയി ഞാനിത് മാറ്റി വയ്ക്കുകയാണ്. ഇനി സ്റ്റൗവ് വീണ്ടും കത്തിച്ച് ഒരു കടായി വെച്ചിട്ട് അതിലേക്ക് കുഴക്കട്ടയ്ക്ക് വേണ്ടിയുള്ള പൂർണ്ണം റെഡി ചെയ്യുക. അതിനായിട്ട് ഞാൻ വെളുത്ത എള്ള് ഉപയോഗിക്കുകയാണ്. നമ്മൾ വിനായക ചതുർത്ഥിക്ക് ഗണപതിക്ക് ഏറ്റവും ഇഷ്ടം എള്ളിൻ്റെ പലഹാരങ്ങളാണ്. അപ്പോൾ ഞാൻ ഈ തേങ്ങയുടെ പൂർണ്ണത്തിൽ കുറച്ച് എള്ള് ഇടും. അപ്പോൾ നമുക്ക് സെപ്പറേറ്റായി ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. തേങ്ങ ഒന്ന് റോസ്റ്റായ ശേഷം കുറച്ച് ഏലക്ക ഇട്ടു ചതച്ചത്. അതിന് ശേഷം ശർക്കര ഇട്ട് കൊടുക്കുകയാണ്. കല്ലുണ്ടെങ്കിൽ അരിച്ചിട്ടെടുക്കണം. ഇതിൽ കല്ലില്ല, അതുകൊണ്ട് ഞാൻ ഡയറക്റ്റായിട്ട് ഇടുകയാണ്. അത് നല്ലപോലെ ഇങ്ങനെ ഇളക്കി വരുമ്പോൾ നല്ലൊരു പൂർണ്ണമായിട്ട് മാറും. അതിന് ശേഷം സ്വിച്ച് ഓഫ് ചെയ്ത് 1 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇത് നന്നായിട്ട് ആറാൻ വയ്ക്കാം. അതിന് ശേഷം നല്ല കട്ടിയായിട്ടുള്ള മാവ് ഉണ്ടാക്കിയെടുക്കണം. അതിനായിട്ട് അടുപ്പത്ത് വെച്ച് നന്നായിട്ട് ഇതേപോലെ ഒരു ഡോ ഉണ്ടാക്കിയെടുക്കണം. നല്ല സോഫ്റ്റായിട്ടുള്ള ഒരു കുഴക്കട്ടയാണത്. ഞാൻ പറഞ്ഞൊരു അരിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സൂപ്പർ സോഫ്റ്റായിട്ടുള്ള കുഴക്കട്ട ഉണ്ടാക്കാൻ പറ്റും. ഈ ഒരു മാവ് കൊണ്ട് നമുക്ക് കുഴക്കട്ടകൾ അതേപോലെ ഇലട ഒക്കെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതാ ഞാൻ ഈ മോൾഡ് എങ്ങനെയാണ് യൂസ് ചെയ്യണം അതിനായിട്ട് തനിയെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതാ നമ്മുടെ കുഴക്കട്ട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഇതേപോലെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം.
അതിനായിട്ട് ഒരു സ്റ്റീമർ വെക്കുകയാണ്. അതിൻ്റെ മുകളിലായിട്ട് ഒരു തുണി വിരിച്ച് എല്ലാം സ്റ്റീം ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഒരു 10-12 മിനിറ്റ് മതി. അതിനുശേഷം ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് ഉഴുന്നുമാവ് എടുത്തു. അതിലേക്ക് കുറച്ച് കുരുമുളകും ജീരകവും ചതച്ചത്, കറിവേപ്പിലയും. ഇത് മാത്രമേ ഞങ്ങൾ പൂജയ്ക്കൊക്കെ എടുക്കണ സമയത്ത് ഉണ്ടാക്കാറുള്ളൂ. ഉഴുന്നുവടയിൽ സവാള നമ്മൾ പൂജയ്ക്ക് എടുക്കാറില്ല, അതുകൊണ്ടാണ്. പിന്നെ നിങ്ങളുടെ വീട്ടിൽ എന്തൊക്കെയാണ് വിനായക ചതുർത്ഥിക്ക് പ്രസാദങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് താഴെ കമൻറ്റ് സെക്ഷനിൽ ഇട്ടാൽ നന്നായിരുന്നു. അപ്പോൾ ഇതാ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ എണ്ണയിൽ വറുത്ത് കോരാം. ആ സമയമാകുമ്പോഴേക്കും നമ്മുടെ കുഴക്കട്ടകളും റെഡിയായി. ഞാൻ എണ്ണ നല്ല ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇതേപോലെ ഓരോ വടയായിട്ട് ഇട്ട് കൊടുക്കാം. ആദ്യകാലങ്ങളിൽ എനിക്ക് ഉഴുന്നുവട കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. നല്ല ഹാർഡൊക്കെ ആയിരുന്നു. പ്രാക്ടീസ് മേക്സ് മാൻ പെർഫെക്റ്റ് എന്ന് പറഞ്ഞ പോലെ ഓരോ പ്രാവശ്യം ഉണ്ടാക്കും തോറും നമ്മുടെ പെർഫെക്ഷൻ കൂടിക്കൂടി വരും. അങ്ങനെ ഒരുപാട് പ്രാക്ടീസിലൂടെയാണ് ഈ നിങ്ങൾ ഈ കാണുന്ന ഈ ഒരു വട ഉണ്ടാക്കാൻ ഞാൻ പഠിച്ചത്. ഇപ്പോഴും കറക്റ്റായിട്ടുള്ള ഷേപ്പിലൊന്നും എനിക്ക് കിട്ടാറില്ല, എന്നാലും ഒരുവിധം ഒപ്പിക്കാം. അങ്ങനെ ഒരു ഭാഗം തിരിച്ചിട്ടു. രണ്ട് വശവും നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്ക് എടുക്കാം. അങ്ങനെ ഞാൻ എല്ലാ വടകളും ചുട്ടെടുത്തു. ഇനി അടുത്തത് ചുണ്ടൽ ഉണ്ടാക്കുകയാണ്. അതിനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു, കടുകിട്ടു, ഉഴുന്ന് പരിപ്പിടുകയാണ്. പിന്നെ കുറച്ച് പച്ചമുളക്, കപ്പലമുളക്, പിന്നെ നമ്മൾ ഓൾറെഡി വേവിച്ച് വെച്ച കടല ഇടുകയാണ്. വളരെ എളുപ്പമല്ലേ ഇത് ഉണ്ടാക്കാനായിട്ട്. ഈ പറഞ്ഞ പോലെ വിനായക ചതുർത്ഥിക്ക് മസ്റ്റായിട്ട് ഒന്നാണ് ഈ കറുത്ത കടല. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. അതിനുശേഷം കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുകയാണ്. ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഓൾറെഡി നമ്മൾ കടല വേവിക്കുന്ന സമയം ഇട്ട് കൊടുത്തുള്ളൂ. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ചുണ്ടൽ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി അല്ലേ ഇത്. അതേപോലെ തന്നെയാണ് വെള്ളക്കടലയും വെച്ച് ചെയ്യണത്. വെളിച്ചെണ്ണ ഒഴിച്ചു, കടുകിട്ടു, ഉഴുന്ന് പരിപ്പിടുകയാണ്. വീണ്ടും പച്ചമുളകും കപ്പലമുളകും കറിവേപ്പിലയും നന്നായിട്ടൊന്ന് വഴറ്റിയ ശേഷം വെള്ളക്കടല ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. ഈ വെള്ളക്കടലയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അവസാനമായിട്ട് കുറച്ച് നാരങ്ങ പിഴിഞ്ഞൊഴിക്കുക. അതൊരു ടേസ്റ്റാണ്. ഇഷ്ടമുള്ളവർക്ക് ചേർക്കാം. ഞാനൊന്നും ചേർക്കണില്ല. കുക്ക് ചെയ്യണതിൻ്റെ ഇടയിൽ ഞാൻ എന്താ ബാൽക്കണിയിൽ കൂടെ നോക്കുകയാണ്. ഞങ്ങളുടെ താഴത്തെ ഒരു ഗണപതി ഉണ്ട്, ഫ്ലാറ്റിനോട് ചേർന്നിട്ടുള്ള. അവിടെ പൂജ നടക്കണമെന്നില്ലേ, അവിടെ തിരക്കാണ് കണ്ടോ. പിന്നെ ഇതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ വലിയൊരു പന്തലൊക്കെ കെട്ടിയിട്ട് ഗണപതിയെ വെച്ചിട്ടുണ്ട്. എല്ലാ കൊല്ലവും ഇങ്ങനെ വെച്ച് അവരവിടെ പൂജ നടത്തും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഒഴുക്കിക്കളയും. ഇതപ്പം ഞങ്ങളുടെ വീട്ടിലെ പൂജയും സ്റ്റാർട്ട് ചെയ്തു. എപ്പോഴത്തെയും പോലെ ഹസ്ബൻഡ് തന്നെയാണ് പൂജാരി. അപ്പോൾ എന്തൊക്കെയാണ് കാര്യങ്ങൾ പൂജയ്ക്ക് വെച്ചിരിക്കണമെന്ന് നോക്കാം. കുറച്ച് വാഴപ്പഴം, പിന്നെ ആപ്പിള്, കൊയ്യാപ്പഴം, അവിൽ, മലര്, പിന്നെ ത്രിമധുരം, പിന്നെ വെള്ളക്കടല സുണ്ടൽ, കറുത്ത കടല സുണ്ടൽ, നമ്മുടെ കുഴക്കട്ട, ഉഴുന്നുവട. ഇത്രയാണ് അന്നത്തെ പൂജയ്ക്ക് വെച്ചിരുന്നത്. അങ്ങനെ പൂജയെല്ലാം കഴിഞ്ഞ് ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ താഴത്തുള്ള, ഞാൻ പറഞ്ഞില്ലേ വലിയൊരു ഗണപതി വെച്ചിട്ടുണ്ടെന്ന്, അവിടെ കാണാൻ പോയി. അവിടെ തൊഴുതിട്ട് വന്നു. പിന്നെ ഇത് ഞങ്ങളുടെ ഫ്ലാറ്റിൻ്റെ താഴത്തെ ഗണപതിയാണ്. അപ്പോൾ ഈ പ്രസാദങ്ങളായിട്ട് ഉണ്ടാക്കിയ കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് ഡേ ടു ഡേ ലൈഫിൽ ഉണ്ടാക്കി കഴിക്കാം. ആ സുണ്ടലിൻ്റെ റെസിപ്പീസൊക്കെ നോട്ട് ചെയ്ത് വെച്ച് കുട്ടികൾക്ക് സ്കൂൾ വിട്ട് വരുമ്പോഴോ അല്ലെങ്കിൽ സ്നാക്സ് ബോക്സിലൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. വളരെ എളുപ്പമല്ലേ അത് ചെയ്യാനായിട്ട്. അപ്പോൾ അന്നത്തെ ദിവസം ഒരു സന്തോഷം കൂടെ ഉണ്ട്. എൻ്റെ ഹസ്ബൻഡ് കമ്പോസ് ചെയ്ത് പാടിയ ഒരു ആൽബം സോങ്, അതായത് വിഘ്നേശ്വരൻ്റെ തന്നെ റിലീസായി യൂട്യൂബിൽ. അത് എല്ലാവരും ഒന്ന് കേട്ട് നോക്കണം. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഇതാണ് ആ പാട്ടിൻ്റെ കുറച്ച് ഭാഗങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വ്ലോഗ് ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ എന്നോട് പറയാൻ മടിക്കേണ്ട. നിങ്ങളുടെ കമൻസൊക്കെ വായിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഓപ്പണായിട്ട് തന്നെ പറയുക. അപ്പോൾ എപ്പോഴും പറയണ പോലെ തന്നെ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു ഓൾ.